ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചൗച്ചോ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ചൗച്ചോ പറയാത്ത ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും വെജിറ്റബിൾ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അപ്പോൾ ഞാനിവിടെ 2 ചൗച്ചോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു ചെറിയൊരു കട്ടിയുള്ള തൊലിയാണ് കേട്ടോ. പിന്നെ ഒരു പശ പോലുള്ളൊരിതുണ്ടാവും. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സീഡൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ നമുക്കിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടോ. അപ്പോൾ മുറിക്കണ മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പോൾ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടോ മുറിക്കണത്. അപ്പോൾ അതെങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനോട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ തുവരപ്പരിപ്പാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലാണ് കേട്ടോ, അതും കൂടി നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നും വേണ്ട വന്നാലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത നമ്മുടെ ചുവന്ന മുളകാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ ചൗച്ചോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് ഇതിൽ വേറെ മുളക് പൊടി അങ്ങനെ ഐറ്റംസ് ഒന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചൗച്ചോ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൗച്ചോന് അത്ര വേണ്ട വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അതായത് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.